ഹലോ മമ്മി. മമ്മി ഞാൻ എത്തി മമ്മി. ഇന്ന് സെറ്റ് ചെയ്യും, ഞാൻ ഇന്ന് സെറ്റ് ചെയ്യും. ഇന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ മമ്മി. പിന്നെ വിഷയം വേറെ ഒന്നുമല്ല മമ്മി, നമ്മൾ ഇത്രയും നാൾ കൗൺസിലിംഗ് ചെയ്ത അഡ്വക്കേറ്റ് അല്ല ഇന്നിവിടെ, ഒരു ബംഗാളി അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞത്. എന്താ മമ്മി? കൊള്ളാം. ബംഗാളികൾക്ക് ഇവിടെ ഒന്ന് കൊത്താപ്പണിയും പെയിന്റിങ്ങും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ വക്കീലാറ്റ് കയറാൻ പറ്റാത്ത കാര്യം എന്ത് മമ്മി? ആദ്യം മമ്മി. പിന്നെ സുനിത നിത്യയുടെ പറഞ്ഞോണം അവളെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ ഓടിക്കാം. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ഒരിക്കലും മാപ്പിളമാര് വേണ്ട മമ്മി. ശരി. ഹലോ, ആ പറയടാ. എന്തോന്ന് എന്റെ ഡേ കെയറിലെ കൊച്ച് ആഹാരം കഴിക്കുന്നില്ലെന്നോ? ഓടാ ഫോൺ അവന്റെ കയ്യില്. ആ കൊച്ചിന് ചെവി ഫോൺ പോടാ. എന്താ സോറിനകത്ത് ആഹാരം കഴിച്ചോളണം കേട്ടാ? ആര് പറഞ്ഞു മ്യാവ് മ്യാവ്? ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോട് ഇഷ്ടം കൂടാനായി ആർക്കാൻ ഇഷ്ടം. കഴിച്ചോ? എക്സ്ക്യൂസ് മീ. ആരാ? പറഞ്ഞോളൂ, വന്ന കാര്യം പറയൂ. നമ്മള് കഴിഞ്ഞ ആഴ്ചയും വന്നായിരുന്നു. ഞാൻ കണ്ടത്തിൽ ശീല. എങ്ങനെയാണ്, പിടിക്കാണോ അതോ ഈ ടിപ്പറിനെ അടിച്ച് മാറ്റുവാണോ? എന്തോന്ന്? ഈ കണ്ടത്തിൽ ചീര ഉണ്ടെന്ന്. എന്റെ പേരാണ് കണ്ടത്തിൽ ശീല. നിങ്ങളുടെ പേരാണ് കണ്ടത്തിൽ ചീര. ഓക്കെ, ഞാൻ പുത്തെടുത്ത്. അപ്പൊ ഈ ചീര പൂത്തത് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താന്ന് പറയാമോ? നമ്മൾ വന്നത് എന്റെ ഭർത്താവാണ്. സാറേ, എനിക്ക് അവളോട് താമസിക്കാൻ വയ്യ. എനിക്ക് ഡിവോഴ്സ് മേടിച്ചു തരണം. കൗൺസിലിംഗ്. നമുക്ക് 3 മക്കളുണ്ട്. ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാണോ അത് സംഭവിച്ചത്? അങ്ങനെ സംസാരിക്കണം. ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, അതോ അമ്പലത്തിൽ പ്രാർത്ഥിച്ചോ? എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഇദ്ദേഹത്തോട് എനിക്കിപ്പോ താല്പര്യമില്ല. മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ജോബ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴോ ഭക്ഷണം കഴിക്കാതെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. മിസ്റ്റർ പൂത്തത്, എന്ത് സ്നേഹമുള്ള സ്ത്രീയാണിത്. നിങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോ ആഹാരം വെച്ചിട്ട് അവരെ കാത്തിരിക്കും. എന്ത് സ്നേഹമുള്ള സ്ത്രീ, ആ സ്ത്രീയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്. അയ്യോ, അത് സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന്. ഞാൻ പണിയും കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി ആഹാരം വെച്ചു കൊടുത്താലേ അവള് കഴിക്കുള്ളൂ. അങ്ങനെ ഉണ്ട്. അയ്യോ, അതുകൊണ്ടല്ല, പിന്നെ ഏട്ടം വെച്ചാലേ ഫുഡിനൊരു ടേസ്റ്റ് ഉള്ളൂ. അതാണ്. അത് ഈ അടുക്കളപ്പണി ചെയ്യാൻ പാടില്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട്. അവരുടെ സ്ഥിരം ഡാവാണ് മാപ്പിള വെക്കുന്ന പാചകം അല്ലെങ്കിൽ ആ ഭക്ഷണം കൊള്ളാന്ന് പറയും. ഇതും കേട്ടോണ്ട് ഈ പൊങ്കന്മാര് തലയെ മുൻവഴിച്ച് കെട്ടിക്കൊണ്ട് അങ്ങ് കയറി ചെന്ന് പണി അടുക്കള. നിങ്ങളല്ലേ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്? അതുകൊണ്ടല്ലേ സാറ്, ഞാൻ എന്ത് വെച്ചാലും അടിക്ക് പിടിക്കും. അത് ഇയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അയാൾ എന്റെ മുടിക്ക് പിടിക്കും. അത് ശരി. അപ്പൊ നിങ്ങള് ഞാനങ്ങനെ കഴുത്തിന് പിടിക്കും. ഒരു കുത്തിപ്പിടിയും ബഹളമായിട്ട് നടക്കുന്ന ഒരു ഫാമിലിയാണ്. എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്. ഇദ്ദേഹത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും മുട്ടയും മസ്റ്റ് ആണ്. ഞാൻ ഉണ്ടാക്കി വെക്കും. 7 മണിയാകുമ്പം വരില്ല, 8 മണിയാകുമ്പം വരില്ല, 9 മണിയാകുമ്പം വരില്ല. എനിക്കൊരു ആന്തലാണ്. പുള്ളിയെ കാണാത്തോണ്ടുള്ള ടെൻഷനാണ്. വിശപ്പ് കൊണ്ടുള്ള ആന്തൽ. ഞാനെടുത്ത് അങ്ങ് തിന്നും. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചിക്കൻ മസ്റ്റ് ആണ്. ചിക്കനും മട്ടനും എല്ലാം കൂടെ ഞാൻ റെഡിയാക്കി വെക്കുമ്പോ 1 മണിയാവും, 2 മണിയാവും, 3 മണിയാവും. ഇങ്ങനെ വരത്തില്ല. അപ്പോഴും എനിക്ക് ആന്തലാണ്. അപ്പൊ നിങ്ങള് ഞാനെടുത്ത് കഴിക്കും. അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് ഇയാളോട്. കണ്ടത്തിൽ ചീര. ഓ, നിങ്ങളെ കൊക്കോ പുഴുവിന് നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് എന്തിനാണ് ആ പാമ്പിന്റെ തല? അയാൾ എന്തെങ്കിലും കാര്യത്തിൽ അയാൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അച്ഛ കഴിച്ചോ? പിന്നെ എന്തിനാണ് അയാൾ തലക്കൊണ്ട്? സാറേ, എന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. മക്കളെ എനിക്ക് വിട്ടു തരണം സാറേ. അല്ല, ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ കൂട്ടത്തില് മക്കള് ആരെ കൂട്ടത്തിൽ നിൽക്കാനാണ് താല്പര്യം? മൂത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. പക്ഷെ രണ്ടാമത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. പക്ഷെ മൂന്നാമത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. മനസ്സിലായില്ല സാർ. മൂത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. ഓക്കെ. പക്ഷെ രണ്ടാമത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. പക്ഷേ ഇളയവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം. ചില ഒരു കാര്യം മനസ്സിലാക്കണം. വക്കീലന്മാരെ കൂട്ടത്തിൽ മഞ്ഞക്കാട്ടുള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ്. എനിക്ക് ഓൾറെഡി പ്രാന്തുണ്ട്. എന്നെ പ്രാന്തടിപ്പിച്ചാൽ ഇറങ്ങി ഓടുന്ന പല വഴിക്ക് ഓടുന്നവനാണ് ഞാൻ പറഞ്ഞ മനസ്സിലായ. പല വഴി കോഴിക്കളെ പിടിച്ചാ കിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ സാർ ഇതെങ്ങനെയും തീർപ്പാക്കി തരാം. എന്റെ മക്കളെ കാര്യത്തിൽ തീർപ്പാക്കി തരാം. ഒറ്റയ്ക്കുള്ള ജീവിതം പുള്ളിക്ക്, ഒറ്റയ്ക്കുള്ള ജീവിതം. വീട്ടില് നിങ്ങൾ ഒറ്റയ്ക്കാണ്. എന്റെ 3 മക്കൾ അവളോടൊപ്പമാണ് സാർ താമസിക്കുന്നത്. സാർ ബംഗാളിൽ നിന്ന് ഇവിടെ വന്നൊരാളാണല്ലോ. അതെ അതെ അതെ. സാർ എങ്ങനെയാ ഈ ബംഗാളികൾ ഇവിടെ വക്കീലായത്? ബംഗാളി വക്കീലെ വേറൊന്നുമല്ല. ഞാൻ ആദ്യം നിന്നത് ഒരു വക്കീലിന്റെ വീട്ടിൽ ചെടി വെട്ടാൻ വേണ്ടിയാണ് നിന്നത്.
ചെടി വെട്ടാൻ വേണ്ടി നിന്നപ്പോ പിന്നെ അടുക്കള പണി കിട്ടി. അങ്ങനെ അടുക്കളയിലെ പണിയായി. പിന്നെ വക്കീലിന്റെ രണ്ടാമത്തെ നിലയിലെ പണി എനിക്ക് കിട്ടി. അപ്പോ രണ്ടാമത്തെ നിലയിലെ ഒരു നിയമപുസ്തകം കിടന്നു. ആ നിയമപുസ്തകം എടുത്ത് വായിച്ചു കോട്ടിട്ട് ഞാൻ വക്കീലായിട്ട് ഇറങ്ങി. അപ്പൊ വക്കീലോ? ഒക്കെ മനസ്സിലായില്ലേ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് വക്കീലായ ആളാണ് ഞാൻ. അപ്പൊ ആ വീട്ടിലെ വക്കീലോ? എന്റെ വീട്ടിൽ ചെടി വെട്ടാൻ നിൽക്കുന്നു. സാറ് വിവാഹിതനാണോ? വിവാഹിതനാണോ എന്ന് ചോദിച്ചാല് എനിക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു. പക്ഷെ ഒന്നാം ഉത്സവം അല്ല, ഇന്നാളൊരു ഇന്നാളൊരു ദിവസം ആള് ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടെന്തുണ്ടായി? ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിപ്പോയി. അത് കഴിഞ്ഞ് എന്തുണ്ടായി? ഞാൻ അവരെ പിറകെ ഓടിയിൽ എന്തുണ്ടായെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്ക്. അവരെന്തുണ്ടാക്കി, എന്ത് അവിച്ച് വെറ്റാക്കി, എന്ത് കഴിച്ച്, എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ അവിടെ നിന്ന് ഇതിനല്ല ഇവിടെ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.